വലിപ്പം വരുന്നത്. ഒരു ജില്ലയുടെ വിസ്തൃതി ഉണ്ട്. 745 ചതുരശ്ര കിലോമീറ്റർ വരുന്നുണ്ട് ഈ അട്ടപ്പാടി എന്ന് പറയുന്നത്. പക്ഷേ പോപ്പുലേഷൻ കുറവാണ്. അതിൽ 444 ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയാണ്. അപ്പൊ അതുകൊണ്ടാണ് പോപ്പുലേഷൻ കുറയുന്നതിന്റെ കാരണം. അതിൽ 1/3 തമിഴ് സെറ്റിലേഴ്സ്, പിന്നെ 3 വിഭാഗം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, പിന്നെ 1/3 കേരളത്തിലെ 14 ജില്ലയിലെ ആൾക്കാർ കുടിയേറിയത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇരുളര്, മുടുകര്, കുറുമ്പര്, ഇങ്ങനെ 3 കാറ്റഗറി അവിടെയുള്ള ആദിവാസികൾ. അതിൽ കുറുമ്പരുടെ ഊരിയിരിക്കുന്നത് വനത്തിന്റെ, അവരുടെ ഊരിന്റെ 4 വശം വനായി. ഇരുളരാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന കോളനികൾ. കാരണം അവര് ടൗണിലാണ്. ഇനി ഒരു വിഭാഗമുള്ളത് മുടുകരാണ്. അത് കാടിനോട് ചേർന്ന്, അവരുടെ ഊരിന്റെ ഒരു വശം കാടായിരിക്കും. അവിടുത്തെ അപ്പൊ ഇവിടെ പ്രാക്തന ഗോത്രവർഗം എന്ന് പറയുന്നത് കുറുമ്പരാണ്. ഇതൊക്കെ മുടുകരാണ്. ഈ ഊരുകളൊക്കെ ഇതൊക്കെ ആദിവാസി ഊരുകളാണ്. അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് താമസിക്കുന്നതിന് ഒരു ഊരെന്നാ പറയും. ഇതൊക്കെ ഫാമിന്റെ ഓഫീസ്. ഈ ചിണ്ടേക്ക് ഭാഗത്തുള്ളത് PHC, അതായത് പ്രൈമറി ഹെൽത്ത് സെന്റർ. ഇതിലെ ഈ പുഴയിലാണ് കുളിക്കുന്നത്. ബസ് പോകുമ്പോ ഈ ലേരിക്കട ബസ് പോകുമ്പോഴാണ് വെച്ചിട്ട് ഇടപെടാന്ന് കാണും. നിങ്ങൾ കണ്ടായിരുന്നോ ഷൂട്ടിങ്? ഷൂട്ടിങ്ങിനൊക്കെ വന്നിരുന്നു. ഇത് ആദിവാസി ഊര് അല്ലേ? കരിവടം എന്നാണ് ഈ ഊരിന്റെ പേര്. കരിവടം. ഓക്കെ. ഒരു ആദിവാസി ഊരിൽ ഏകാധ്യാപക വാഹനം ചില സ്ഥലമാണെങ്കിൽ ഏകാധ്യാപക വിദ്യാലയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അംഗനവാടി മാസ്റ്റാണ്. ഈ ഊരിന്റെ അംഗനവാടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല സെറ്റപ്പിൽ ഒരു അംഗനവാടിയാണ്. അതായത് പഴയ വീടുകൾ ഇപ്പൊ അവർക്ക് പുതിയത് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്ന RC ബിൽഡിങ്ങുകൾ. ഈ ഓടുകാരക്കാർക്കൊക്കെ ഇനി അപേക്ഷിച്ചാൽ ഈ RC ബിൽഡിംഗ് കിട്ടും. കാരണം അടുത്ത വീട് അവർക്ക് അത് കിട്ടിക്കോളും. ഇത് മഴവെള്ള സംഭരണി ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഓട്ടോറിക്ഷയാണ്. പുതിയ വണ്ടികളാണ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ ഈ വീടൊക്കെ അവരുടെ അത് കുറച്ച് ഗവൺമെന്റ് എംപ്ലോയീസ് ആയാലും കുറച്ച് പൈസ കൃഷി സ്വന്തമായി കൃഷി ചെയ്യുന്ന സ്പ്രിംഗ്ലർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അല്ലത് പക്ഷെ നനവില്ലാതെ നിൽക്കുന്നുണ്ടോ? ഒരു ഡ്രൈ അല്ലാതെ നിൽക്കുന്നുണ്ടോ? എല്ലാവർക്കും കൊടുക്കുന്നല്ലേ. നീലഗിരി ഹിൽസ്. ഇങ്ങോട്ട് പോകുന്ന സ്ഥലത്തിന്റെ പേരെന്ന്? പരപ്പന്തറ നരസിംഹമുക്ക്. അത് നിങ്ങൾ പറഞ്ഞതിൽ കേൾക്കുക. ഭവാനിപ്പുഴയിൽ കുളിക്കാൻ പോവാണ്. അട്ടപ്പാടിയിലെ ഒരു എക്സ്പ്ലോറിങ് സ്ഥലമാണ്. കണ്ടോ, ഒത്തിരി പേരും ഒത്തിരി റിസോർട്ട്സുകാർ, തമിഴന്മാരൊക്കെ വന്ന് കുളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളങ്ങ് ഒപ്പിയെടുക്കാം. കാണുന്ന മലയില്ലേ, അതാണ് നമ്മൾ അവിടെ നിന്നാണ് സൈലൻറ്റ് വാലിയൊക്കെ ഉള്ളത്. ആ മലയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇറങ്ങി വന്നു. അത് ഭവാനിപ്പുഴ എന്ന് പറയും. എന്ത് ഭംഗിയുള്ള കാഴ്ച. അട്ടപ്പാടി ആദിവാസികളുടെ മേഖലയായിട്ട് പ്രഖ്യാപിച്ച സ്ഥലം. അത് ശരി. മറ്റേ വയനാടൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. വിൻമില്ല് കാണാം. നല്ല പ്യുവർ വാട്ടർ അല്ലേ? അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു കാടൊക്കെ. നല്ല കാറ്റടിക്കുന്നുണ്ട്. കഴിക്കുന്നുണ്ട് പറയണ കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊക്കെ
പിന്നെ ആ വീടൊന്നും കാണാൻ പറ്റില്ല. അതാണ്. ഓ ആ ആ ആ. ഇവിടുന്ന് ഞാൻ കുളിച്ചത്. ഇവിടെ ഇച്ചിരി ആഴമൊക്കെ ഉണ്ട്, കുറച്ചങ്ങോട്ട് ആഴമൊന്നുമില്ല, വെള്ളം ഒഴുക്ക് മാത്രമേ ഉള്ളൂ. അംഗനവാടി ഓ മേലെ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത്.